SFIയുടെ നിഗൂഢ അജണ്ടകൾ. 1970-കളിലാണ് SFI രൂപം കൊള്ളുന്നത്. അന്ന് കേരളത്തിലെ കലാലയങ്ങളെ അടക്കി ഭരിച്ചിരുന്നത് KSU ആണ്. ക്രൂരമായ അതിക്രമങ്ങൾ ഭയന്ന് SFIയിൽ അഭയം തേടിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. KSUവിൻ്റെ ഇത്തരത്തിലെ അക്രമ രാഷ്ട്രീയത്തെ മുതലെടുത്തുകൊണ്ടാണ് SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലയുറപ്പിക്കുന്നത്. എന്താണ് SFIയുടെ അവസ്ഥ? CPM നയിക്കുന്ന LDF അധികാരത്തിൽ വരുമ്പോൾ പിൻവാങ്ങുകയും LDF അധികാരത്തിലില്ലാത്ത സമയത്ത് കേരളത്തിലെ തെരുവുകളെ അക്രമാസക്തമായി നിലനിർത്തുകയും ചെയ്യുന്ന നിഗൂഢ അജണ്ടകളുള്ള ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി സംഘടനയാണ് SFI. അവരുടെ മാതൃപ്രത്യയ ശാസ്ത്രം തന്നെ സമരമാണ്. കാർൽ മാർക്സിൻ്റെ വർഗ സമര സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ് SFIയുടെ പ്രവർത്തനം. അതായത് നിലവിലെ വ്യവസ്ഥിതി മുതലാളിത്ത വ്യവസ്ഥിതിയാണെന്നും അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് തൊഴിലാളി വർഗം മുന്നേറണമെന്നും മുതലാളിത്തത്തെ തകർത്തുകൊണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കണമെന്നുമാണ് മാർക്സിസത്തിൻ്റെ ഏകദേശമായിട്ട് ചുരുക്കി പറയാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം. ഇതിൽ അധിഷ്ഠിതമാണ് SFI. അതുകൊണ്ട് തന്നെ സമരം എന്ന് പറയുന്നത് ഇവരുടെ കൂടപ്പിറപ്പാണ്. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, CPIM അധികാരത്തിൽ വരുമ്പോൾ സ്വിച്ചിട്ട പോലെ SFIയുടെ സമരവീര്യം ഇല്ലാതാകും. പേരിന് 1-2 വർഷത്തിൽ ഒരു സമരം ചെയ്തെങ്കിലായി. അതും സമാധാനപരമായിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചോ മറ്റോ നടത്തി പിൻവാങ്ങുന്ന രീതിയാണ് LDF അധികാരത്തിലെത്തുമ്പോൾ SFI സ്വീകരിക്കുക. ഇനി എവിടെല്ലാമാണ് SFI പ്രവർത്തകർ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗവൺമെൻറ് ഹൈസ്കൂളുകളിൽ, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ, ഗവൺമെൻറ് പോളിടെക്നിക്കുകളിൽ, ഗവൺമെൻറ് ITIകളിൽ, ഇങ്ങനെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇവർ ആധിപത്യം സ്ഥാപിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്ത മുഴുവൻ പേരെയും ഭീഷണിപ്പെടുത്തിയോ മർദ്ദിച്ചോ തങ്ങളുടെ വരുതിയിൽ നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ അജണ്ട. അതായത് നിർബന്ധപൂർവം സമരത്തിൽ പങ്കെടുക്കുക. നമുക്ക് അറിയാമല്ലോ, ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ മക്കളാണ്, പാവപ്പെട്ടവരുടെ മക്കളാണ്. അവർക്ക് സ്വകാര്യ കോളേജുകളിൽ പോയി കോഴ കൊടുത്ത് പഠിക്കാനുള്ള സാമ്പത്തിക സൗകര്യമില്ല. അതുകൊണ്ടാണ് അവർ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ SFIയുടെ ഇരയാക്കപ്പെടുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവരുടെ മക്കളാണ്. SFI നേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ CPM നേതൃത്വം കൃത്യമായി നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ SFI നേതാക്കന്മാർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഭാവിയിൽ MLAമാരാവുക, MP മാരാവുക, മന്ത്രിമാരാവുക തുടങ്ങിയിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുള്ളവരാണ് ഈ CPM നിയോഗിക്കുന്ന SFIക്കാർ. അവർ ഒരു വലിയൊരു ഗുണ്ടാ നേതാവിനെ പോലെയാണ് അതത് കോളേജുകളിൽ പ്രവർത്തിക്കുക. ഇനിയാണ് SFI പ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തം ആരംഭിക്കുന്നത്. ഈ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തി ആട്ടിൻകൂട്ടത്തെ പോലെ ആനയിക്കപ്പെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഈ ഗവൺമെൻറ് കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇവർ UDFൻ്റെ കാലത്ത് അക്രമാസക്തമായ സമരങ്ങളിലേക്ക് നയിക്കുന്നു. ബസ്സിന് കല്ലെറിയുക, സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുക തുടങ്ങി തെരുവുകളിൽ അഴിഞ്ഞാടുന്ന ഈ പാവപ്പെട്ട കുട്ടികൾക്കെതിരെ വലിയ വകുപ്പുകളാണ് പോലീസ് ചുമത്തുന്നത്. കൂട്ടം ചേർന്നുള്ള വകുപ്പുകളാണ്, സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ചുമത്തുന്നത്. അവിടെ മുതലാണ് ഒരു വിദ്യാർത്ഥിയുടെ തകർച്ച ആരംഭിക്കുന്നത്. ഈ കേസുകൾപ്പെട്ട് ചിലർ പകുതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചിട്ട് പോകും. ഇനി അഥവാ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരെ കാത്തിരിക്കുന്നത് വലിയ കേസിൻ്റെ നൂലാമാലകളാണ്. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പലപ്പോഴും SFIയുടെ പേരിൽ കേസ് ചാർത്തപ്പെടുന്നത് സംഘടിതമായിട്ടാണ്. സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന നിലയിലാണ് പോലീസ് പലപ്പോഴും വകുപ്പുകൾ ചേർത്ത് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. എന്നാൽ ഡിഗ്രി വിദ്യാഭ്യാസവും MA വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ്
പല വഴിക്ക് പിരിഞ്ഞു പോകുന്ന ഇവരെ കേസ് വിളിക്കുമ്പോൾ ഇവർക്ക് വരാനാവില്ല, ഒരുമിച്ച് വരാനാവില്ല. കാരണം ഇവർ പലയിടത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസുകൾ ഇവരെ ജീവിതാന്ത്യം വരെ വേട്ടയാടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ കൂട്ടത്തിൽ പഠിച്ച് മിടുക്കരായവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ജോലി തരപ്പെട്ടാൽ, തീർച്ചയായും ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലിയെങ്കിൽ HR, അതായത് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ഇയാൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്ന് കാണുന്നതോടുകൂടി ആ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ആ ജോലി കൃത്യമായി തന്നെ ഉപേക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അയാളെ ജോലിക്ക് എടുക്കുന്നില്ല. ഇനി ഈ കേസിൽ കുരുങ്ങിയ ഈ SFIക്കാരൻ ഭാവിയിൽ വിദേശത്തേക്ക് പോകാനുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമാണ്. കാരണം പോലീസ് ക്ലിയറൻസ് വേണ്ടി വരും. പോലീസ് ക്ലിയറൻസ് നോക്കുമ്പോൾ അവിടെ ഇയാൾ നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ആളാണ്. അങ്ങനെ SFIക്കാർ ഡിഗ്രി സമയത്ത്, പ്രീ ഡിഗ്രി സമയത്ത്, സ്കൂൾ സമയത്ത് ഈ നേതാക്കന്മാരുടെ ആവേശ പ്രസംഗത്തിലും ഗുണ്ടായിസത്തിലും പെട്ട് ഇത്തരത്തിൽ ആയിരക്കണക്കിന് പേരാണ് ഈ മെഴുകുതിരി വെട്ടത്തിൽ ഈയാമ്പാറ്റകൾ വന്ന് വീഴുന്നത് പോലെ വന്നു വീണ് ജീവിതം തുലയ്ക്കുന്നത്. എല്ലാവരും സാധാരണക്കാരുടെ മക്കളാണ്, അവരുടെ ഭാവിയാണ് അടഞ്ഞു പോകുന്നത്. നേതാക്കന്മാരുടെ മക്കൾ എന്തുകൊണ്ടാണ് SFIയിൽ ചേരാത്തത്? കേരളത്തിലെ ഏതെങ്കിലും സമുന്നതനായിട്ടുള്ള CPM നേതാക്കളുടെ മക്കൾ SFIക്കാരാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. അവരാരും തന്നെ തങ്ങളുടെ മക്കളെ SFIക്കാരൻ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും മക്കൾ അങ്ങനെ അഥവാ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പോലും തന്നെ അതിനെ ഒരുപക്ഷെ അവർ മാനസികമായി എതിർക്കുകയും തടയുകയും ചെയ്യും എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. 1-2 ഉദാഹരണം പറയാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ പഠിച്ചത് തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജിലാണ്. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത് മാർ ഇവാനിയോസ് കോളേജിലാണ്. അവിടെ SFIയുടെ യൂണിറ്റിലെ, കാരണം സ്വകാര്യ കോളേജാണ് എങ്കിൽ പോലും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അടക്കം 5 വർഷം വിവേക് കിരൺ തലസ്ഥാനത്തുണ്ടായിരുന്നു. ആ 5 വർഷം SFI നടത്തിയ ഏതെങ്കിലും ഒരു സമരത്തിൽ വിവേക് കിരൺ പങ്കെടുത്തതായി അറിവില്ല, പങ്കെടുത്തിട്ടില്ല. വിവേക് കിരൺ SFIയിൽ അംഗമായിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് ഡിഗ്രി കഷ്ടിച്ച് പാസ്സായ ശേഷം പിന്നീട് പോയത് കളമശ്ശേരിയിലെ SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി GP നായരുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കോളേജിലേക്കാണ്. അവിടെ നിന്നും അദ്ദേഹം പിന്നീട് MBA പഠനത്തിന് പോയത് ബ്രിട്ടനിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കാര്യത്തിലേക്ക് വരാം. വീണ വിജയൻ പഠിച്ചത് കോയമ്പത്തൂരിലെ അമൃത വിശ്വവിദ്യാപീഠത്തിലാണ്. അവിടെ നിന്നാണ് വീണ വിജയൻ എഞ്ചിനീയറിംഗിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദം എടുക്കുന്നത്. ഓർക്കണം, വീണ വിജയൻ പഠിച്ച കാലം കേരളത്തിലെ തെരുവോരങ്ങളെ SFIയും DYFIയും സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റ് കോളേജിനെതിരെ ചോരയിൽ മുക്കിക്കൊണ്ടുള്ള സമരം നടത്തിയ കാലഘട്ടത്തിലാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ യാതൊരു തരത്തിലെ അല്ലലില്ലാതെ അവിടുത്തെ സ്വകാര്യ കോളേജിൽ പഠിച്ച് ഇറങ്ങിയത്. അതായത് ഒരു വഴിക്ക് SFIക്കാർ പിണറായി വിജയൻ ആഹ്വാനം ചെയ്യുന്നതിനനുസരിച്ച് SFIക്കാർ കേരളത്തെ സമരഭൂമിയാക്കിയപ്പോൾ സ്വകാര്യ കോളേജിന് എതിരായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മക്കളായിട്ടുള്ള ഈ പാവം SFI കുട്ടികൾ ലാത്തിയടിയേറ്റ് അവർ മൃതപ്രായരായി റോഡിൽ കിടക്കുമ്പോൾ പിണറായി വിജയന്റെ മകൾ അവിടെ സ്വസ്ഥമായി അമൃത വിശ്വവിദ്യാപീഠത്തിൽ സ്വസ്ഥമായി പഠിച്ച് പാസ്സാവുകയായിരുന്നു. ഒരു അല്ലലുമില്ലാതെ, ഒരു അലച്ചിലുമില്ലാതെ. വീണ വിജയൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ SFIയുടെയോ DYFIയുടെയോ CPMന്റെയോ മെമ്പറാകാൻ തയ്യാറായിട്ടില്ല. വിവേക് കിരണിന് തുല്യമായി തന്നെ വീണ വിജയനും ഈ ഒരൊറ്റ പ്രസ്ഥാനത്തിലും അംഗമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്തതായി ഡോക്ടർ തോമസ് ഐസക്. നാഴികയ്ക്ക് 40 വട്ടം അമേരിക്ക ബൂർഷ്വാ സാമ്രാജ്യത്വ രാജ്യമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ കേരളീയരെ പറഞ്ഞ് പറ്റിക്കുന്ന ഈ തോമസ് ഐസക്കിൻ്റെ മകൾ സാറ ഐസക്കിൻ്റെ വിദ്യാഭ്യാസം എല്ലാം തന്നെ ഈ പറയുന്ന കുത്തക ബൂർഷ്വ അമേരിക്കയിൽ തന്നെയാണ്. സാറ ഐസക് BA പഠിച്ചത് മിസിസിപ്പി സർവകലാശാലയിലാണ്. ടെക്സാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും
PhD എടുത്തു. തുടർന്ന് ന്യൂയോർക്കിലെ NYU സർവകലാശാലയിലും സാറ ഐസക് പഠിച്ചിട്ടുണ്ട്. അടുത്തത് വിപ്ലവം പറയുന്ന, ഇതേപോലെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മകൻ എവിടെയാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ സമരങ്ങളെ ഇല്ലാത്ത, വിദ്യാർത്ഥി സംഘടനകളെ ഇല്ലാത്ത ഡൽഹിയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. അതിനുശേഷം MA ബേബിയുടെ മകനായ അശോക് ബെറ്റി നന്ദൻ പിന്നീട് ചെന്നൈയിലെ SAE എന്ന് പറയുന്ന സൗണ്ട് എഞ്ചിനീയറിംഗ് സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് സൗണ്ട് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. അടുത്തത് CPM നേതാവ് EP ജയരാജനാണ്. EP ജയരാജൻ്റെ മകൻ PK ജെയ്സൺ പഠിച്ചിട്ടുള്ളത് അമേരിക്കയിലെ ടെക്സാസിലുള്ള റൈസ് യൂണിവേഴ്സിറ്റിയിലാണ്. IIT മദ്രാസിൽ നിന്നും അദ്ദേഹം ബിരുദം നേടി. അടുത്തത് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഗോവിന്ദ് ശിവൻ സിംഗപ്പൂരിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയത്. ഇനി CPM-കാർ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ അല്ല. ദാ വരുന്നു ഒരു ഉദാഹരണം. CPIയിൽ നിന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ മകൾ സൂര്യ വിശ്വം പഠിച്ചത് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ നിന്നാണ്. നിയമബിരുദമാണ് അവിടെ നിന്ന് നേടിയത്. ഇങ്ങനെ നേതാക്കളുടെ മക്കൾ അമേരിക്കയിൽ പഠിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരൻ്റെ മക്കളെ ഭീഷണിപ്പെടുത്തി, അവനെ ഭയപ്പെടുത്തി, പ്രലോഭിപ്പിച്ചും തെരുവിലിറക്കി പോലീസിൻ്റെ അടിമേടിപ്പിക്കുന്നു. അവൻ്റെ ജീവിതം എന്നേക്കുമായി നശിപ്പിക്കുന്നു. അതാണ് SFIയുടെ അജണ്ട. അതുകൊണ്ട് ആ അജണ്ട തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരൊറ്റ CPM നേതാവും തങ്ങളുടെ മക്കളെ SFIയിൽ അംഗമാക്കാത്തത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.